മണർകാട് ഏറ്റുമാനൂർ പട്ടിത്താനം ബൈപ്പാസിൽ തിരുവഞ്ചൂർ അമ്പലത്തിന് സമീപം ഇന്ന് ഓണച്ചന്ത ഉദ്ഘാടനം ചെയ്യുകയാണ്. ഓണച്ചന്ത ഉദ്ഘാടനം ചെയ്യുന്നതിനായി അയർക്കുന്നം ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികളെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. ഓണസമൃദ്ധി 2026 കർഷക ചന്ത അയർക്കുന്നം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ ആണ് നടത്തുന്നത്. ഇവിടെ സംഘാടകരെല്ലാം ഇവിടെ എത്തിക്കഴിഞ്ഞു. എല്ലാ ഐറ്റംസും മനോഹരമായ എല്ലാ പച്ചക്കറികൾ എല്ലാ ഐറ്റംസും ഒരുക്കി കഴിഞ്ഞു. ഉടൻ തന്നെ ഉദ്ഘാടന ചടങ്ങിലേക്ക് പോകും. പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെ ആഭിമുഖ്യത്തിലുള്ള ഓണച്ചന്തയിലേക്ക് ആദ്യമായി തന്നെ യോഗം ഉദ്ഘാടനം ചെയ്യാനെത്തിയ അയർക്കുന്നം ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ഏറെ ബഹുമാനപ്പെട്ട ശ്രീ ജോയി കൊട്ടത്തിൽ അവരെ ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തായി പഞ്ചായത്ത് മെമ്പർ ശ്രീ ഹൈപ്പ് അവர்களെ ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ബിജി നാമറ്റ അവകളെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ എല്ലാം ഈ യോഗത്തിലേക്ക് ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ കൃഷിഭവനിലെ ഉദ്യോഗസ്ഥരെയും അതുപോലെ കർഷകരെയും പിന്നെ നമ്മുടെ കൃത്രിമ ക്ലബ്ബിലെ അംഗങ്ങളെയും എല്ലാവരെയും ഞാൻ അതുപോലെ നാരായണനെ ഒറ്റ വാക്കിൽ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്ത ഉദ്ഘാടനം ശ്രീ ജോയി കൊട്ടത്തിൽ അവരെ സ്വാഗതം ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചേർന്ന ശ്രീ വിജയൻ ആലമറ്റം, പഞ്ചായത്ത് മെമ്പർമാരായ മാലി സുബി, നിസാം കുഞ്ഞവൻ, ശ്രീമതി നിസാമോള്, കൃഷി അസിസ്റ്റന്റ് രജീകേട്ടൻ ഉൾപ്പെടെ ധാരാളം ചേട്ടൻ, ഈ ട്രസ്റ്ററിന്റെ നടത്തിപ്പ് ഏറ്റെടുത്തിരിക്കുന്ന ഭാരവാഹികള്, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, കർഷകരെ, എല്ലാ വർഷവും നമ്മളെ ഓണത്തോടനുബന്ധിച്ച് നമ്മുടെ ഗുണഭോക്താക്കൾക്ക് സാധനം കൊടുക്കുന്നവർക്ക് ഇവന് ഒരേക്കാൾ 10% കൊടുക്കും. അതെ അല്ലേ? 10% വാർഡുകളിലേക്ക് ആ ഒരു ഇനിഷ്യേറ്റീവ് നിലവിലുള്ളത് നല്ലതാണ്. അത് കൂടുതൽ വാർഡിലേക്ക് ആയാലും നല്ല കാര്യമാണ്. കർഷകർക്ക് സാധനങ്ങൾക്ക് വില കിട്ടുന്നില്ല എന്നുള്ളൊരു മെയിൻ പ്രശ്നം നിലവിലുള്ള സാഹചര്യത്തിൽ. അതായത് കൂടുതലും കടക്കാരാണ് അതിൽ നിന്ന് ലാഭം എടുത്തിട്ട് കർഷകർക്ക് അതിന്റെ ബെനിഫിറ്റ് യഥാർത്ഥ രീതിയിൽ കിട്ടാതാവും. അപ്പം ഈ ഒരു രീതിയിൽ ഇപ്പൊ നമ്മളെ പ്രദേശത്ത് ചെയ്ത പോലെ കർഷകർക്ക് അവർ ഉത്പാദിപ്പിക്കുന്ന സാധനങ്ങളും കർഷകർക്ക് ന്യായമായ വില കിട്ടും. കൂടുതൽ കൃഷി ചെയ്യുന്നവർക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടും. ഏറെ രീതി പറയുന്നു. ഒന്നാണ് നമ്മളെ വേട് താഴ്ന്നുപോയെങ്കിലും ഉയർത്താമെന്ന് കൃഷി ഓഫീസർ പറഞ്ഞിട്ടുണ്ട്. അത് ഉറപ്പാണ്, കറക്റ്റാണ്. കാരണം അദ്ദേഹം ഒരു കാര്യം പറഞ്ഞാൽ അതിനുവേണ്ടി ശ്രമിക്കുമെന്നുള്ള കാര്യങ്ങൾ നമുക്കറിയാം. അതുകൊണ്ട് അടുത്ത പ്രാവശ്യം ഇത് C അല്ല B അല്ല Aയിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പുകൾ നടത്തുമെന്നുള്ളത് നമുക്ക് നോക്കുവാൻ അറിയാം. ഏറെ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് കൃഷി ഓഫീസ് സാധിക്കുമെന്ന് നമുക്കറിയാം. അപ്പോൾ തീർച്ചയായിട്ടും അതുപോലെ ഞങ്ങൾക്ക് പറയാനുള്ള അയർക്കുന്നത്തെ ക്ലസ്റ്റർ ഇങ്ങനെ കിടക്കുന്നു. അതും നല്ലൊരു ടീമിനെ ഏൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, കാരണം പ്രത്യേകിച്ച് ഒരു ടൗൺ സ്ഥലമാണ്, പഞ്ചായത്തിരിക്കുന്ന സ്ഥലമൊക്കെ, അപ്പോൾ അവിടെ അതെങ്ങനെയൊന്ന് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സംവിധാനം നോക്കുക. അപ്പം ഇതിലൂടെയൊക്കെ നമുക്ക് കർഷകരെ സഹായിക്കാനും അതോടൊപ്പം തന്നെ നമ്മുടെ സാധനങ്ങൾ വാങ്ങാൻ വരുന്ന ആൾക്കാരെയൊക്കെ സഹായിക്കാൻ സാധിക്കും. എന്തായാലും ഈ ഓണ വിപണിക്ക് ഓണത്തിലേക്ക് എല്ലാവിധമുള്ള ഭാവങ്ങളും ആശംസകളും. ഇതിന് പിന്നിൽ അധ്വാനിച്ച് പ്രവർത്തിച്ച കുറെ ആൾക്കാരുണ്ട്, കൃഷി ഓഫീസർ ഉൾപ്പെടെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ആൾക്കാർ ഉൾപ്പെടെ. അതിനേക്കാൾ ഉപരിയായിട്ട് കർഷകരായിട്ട് ഒരു കൂട്ടായ്മയുണ്ട്. അവരെല്ലാം ഉൾപ്പെടെയുള്ള അധ്വാനത്തിന് ഏറെ സ്നേഹത്തോടെ എല്ലാവിധ ഭാവങ്ങളും ആശംസകളും നേർന്നുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. അക്കൗണ്ട് വഴിയാണ് കാര്യങ്ങൾ നടക്കുന്ന വില ഓരോ ദിവസവും തീരുമാനിക്കുക. ഇന്നത്തെ വരെ ആയിരിക്കില്ല നാളെ ആകുന്നത്തിൽ. അപ്പൊ അതെല്ലാം കൃഷി ഡിപ്പാർട്ട്മെന്റിന്റെ നിർദ്ദേശം അനുസരിച്ചായിരിക്കും കാര്യങ്ങൾ നടക്കുന്നത്. അപ്പൊ നമുക്ക് എന്തായിരുന്നാലും കഴിഞ്ഞ 50,000 രൂപ സബ്സിഡി ഉണ്ടായിരുന്നപ്പോൾ ഇത്തവണ അത് 28,000 ആയി. അപ്പൊ 27,000 രൂപയുടെ കുറവ് വന്നു.
അതിന്റെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ആൾക്കാർക്ക് വാങ്ങിക്കുന്നവർക്ക് വരും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ തുക തീരുമ്പം അങ്ങ് നിന്ന് പോകാം. പിന്നെ നമുക്ക് അങ്ങനെയുള്ള സാധ്യത. എന്തായിരുന്നാലും ആദ്യാദ്യ സാധനം വാങ്ങിക്കുന്നവർക്കൊക്കെ ഈ ആനുകൂല്യം കിട്ടും. നമ്മുടെ കർഷകരെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാല് ഈ എന്നാ കിട്ടിയെന്ന് പറഞ്ഞാലും അതുപോലെ തന്നെ ഉരുളുപൊട്ടല് അങ്ങനെയുള്ള വിവിധ വെള്ളപ്പൊക്കം മൂലത്തുണ്ടായ പ്രളയം മൂലം ഉണ്ടായ ഒക്കെ ദുരന്തങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു കർഷകരാണ്. അവര് രാപകല പണിയെടുത്ത് ഉണ്ടാക്കുന്ന സാധനങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. പലരും ഇൻഷുറൻസ് ഒന്നും ചെയ്തിട്ടില്ല. ഇനി ഇൻഷുറൻസ് ചെയ്തെന്ന് പറഞ്ഞാൽ തന്നെ നാമമാത്ര തുകയാണ് കിട്ടുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് ഇവരുടെ സാധനങ്ങൾ 10% കൂട്ടിയെടുക്കുന്നു എന്നുള്ളത് തന്നെ ഒരു ആശ്വാസമാണ്. വാങ്ങിക്കുന്നവർക്ക് 30% കുറച്ചും കിട്ടുന്നു എന്നുള്ളത് സന്തോഷകരമാണ്. എല്ലാവർക്കും ഐശ്വര്യത്തിന്റെയും സഹോദരത്തിന്റെയും ഒരു ഓണം ആശംസിക്കുന്നു. എല്ലാവർക്കും ചാണം വിത്ത് ഓണം എന്ന് പറഞ്ഞതുപോലെ എല്ലാവരും നമ്മളെ ഈ പച്ചക്കറിയൊക്കെ വാങ്ങാൻ ഈ ഓണക്കാലത്തെങ്കിലും വരുന്നു എന്നുള്ളത് ഏറെ അഭികാമ്യമാണ്, സന്തോഷകരമാണ്. എല്ലാവിധ ഓണാശംസകളും എല്ലാവർക്കും നേർന്നു. നമുക്ക് പൈസ നേരിട്ട് കയ്യിലോട്ട് വരുവായിരുന്നു. ആ പൈസ നമ്മൾ കയ്യിൽ വാങ്ങിച്ചാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ പ്രാവശ്യം അത് സുതാര്യമാക്കുന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് പൈസ കയ്യിൽ തരുന്നില്ല. അത് മാത്രമല്ല, ഇതിലുള്ള പലരും പല പ്രശ്നങ്ങളും പറഞ്ഞു. പക്ഷെ ഇതിലുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാല് കർഷകർക്കാണ് ഇതിന്റെ ബെനിഫിറ്റ് കിട്ടുക. കാരണം സദർ ആപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സർക്കാർ കർഷകരാണ് രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പൊ ആ കർഷകർക്ക് നേരിട്ട്, അതായത് ഈ കടക്കാരൊക്കെ ഇതിന്റെ ഒരു ബെനിഫിറ്റ് ഉണ്ടാകാൻ അവർക്ക് നടക്കുന്നില്ല. കാരണം കർഷകരായി നമ്മൾ കൃത്യമായി രജിസ്റ്റർ ചെയ്ത ആപ്പിൽ രജിസ്റ്റർ ചെയ്ത കർഷകർക്ക് മാത്രമേ ഇതിനകത്ത് കൊടുക്കാൻ പറ്റൂ. അപ്പൊ ഡയറക്റ്റ് അവരവരുടെ ആ ആപ്പിന്റെ നമ്മൾ കർഷക ഐ ഡി അതുമായിട്ട് വരിക, അല്ലെങ്കിൽ അവരുടെ ഫോൺ നമ്പറുമായിട്ട് വരുവാണെങ്കിൽ നമ്മൾ അത് അടിച്ച് ഡയറക്റ്റ് അവരുടെ അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ നടക്കുന്നത്. ഇപ്പം ചില സ്ഥലങ്ങളിലൊക്കെ നമ്മളിവിടെ നടക്കുന്നുണ്ടല്ലോ, വേറെ പല സ്ഥലങ്ങളിലും കച്ചവടക്കാർ വന്ന് സാധനം വില കുറച്ച് പല പ്രവണതകളും കണ്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഈ ഒരു ഇതിലൂടെ നമുക്ക് ആ ഒരു ഇത് മാറി യഥാർത്ഥ കർഷകർക്ക് ഈ ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിലേക്ക് ഇത് മാറും. പിന്നെ ഇപ്രാവശ്യം C-grade ആയി എന്നുള്ളതോർത്ത് എനിക്കൊത്തിരി ബുദ്ധിമുട്ടുണ്ട്. നാരായണനോട് പറയാൻ ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ നമുക്ക് എന്റെ ഒരു ഇത് അടുത്ത പ്രാവശ്യം നമുക്ക് ഇത് ഉയർത്തിക്കൊണ്ട് വരാൻ പറ്റും എന്നാണ് എന്റെ വിശ്വാസം. നമുക്ക് ഇപ്രാവശ്യം C-grade ആയി എന്നുള്ളത് ഒരു ഇതായിട്ട് കണക്കാക്കാൻ സാറിന് സബ്സിഡി തരുമ്പോൾ നമ്മൾ വിറ്റതും, അതായത് 10% വില കൂട്ടിയെടുക്കും, 30% വില കുറച്ച് നൽകുമ്പോൾ ക്ഷേമകാര്യ സമിതി ചേർന്ന് അപ്പോൾ ഉദ്ഘാടനം ചേട്ടൻ ക്ഷേമകാര്യ സമിതി ചേർന്നാൽ ഇതിനകത്തുള്ള നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് മറ്റ് സഹമന്ത്രന്മാരായ സാധു മെമ്പറ് മറ്റ് തന്നെ ഓണാശംസകൾ നൽകുകയാണ്. നമ്മളുടെ ഒരു കൃഷി സംരംഭം കൂടെ നടത്തുന്ന നാരായണൻ കൃഷിക്കാർ മുമ്പേ പറഞ്ഞു നമ്മൾ C-grade പോയെന്ന് പറഞ്ഞു. പക്ഷെ സാർ പറഞ്ഞത് ഞാൻ ഈ അടുത്ത വർഷത്തേനെ A-grade ആക്കും. അപ്പൊ C-grade നേടിക്കൊടുക്കും എന്നുള്ളത് മനസ്സിലായി. വെള്ളിക്കോൺ ഗോപാലകൃഷ്ണൻ കുറിപ്പ് തന്റെ കവിതയിൽ പറഞ്ഞിരിക്കുന്നത്, കാളവും കലപ്പയും കർഷകൻ ചൂടും തൊപ്പിപ്പാളയും പോയാൽ പിന്നെ ഭൂമി സർവവും മരുഭൂമി എന്നാണ്. അപ്പൊ ഇത് ഞാൻ പറയാൻ കാരണം, ഞാൻ ഈയിടെ ഈ നമ്മുടെ എളവപ്പാടത്തൂടെ ഞങ്ങൾ അതിൽ നടന്നുപോയി. പണ്ട് ആ പാടത്തെ കൃഷി എന്ന് പറഞ്ഞാൽ ആരാഞ്ചാൻ അറിയാം. കൃഷി എന്ന് പറഞ്ഞാൽ അവിടുത്തെ പാവയ്ക്കായും പടവലങ്ങായും കണ്ടാൽ ഏത് ഓമനത്തം തോന്നും. അങ്ങനെയുള്ള ഒരു നല്ല കൃഷി അവിടെ ചെയ്തുകൊണ്ടിരുന്ന. പിന്നെ മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഓണം ഒരു കാർഷിക ഉത്സവം കൂടിയാണ്. ഞാൻ ഉത്സവം എന്ന് പറയാൻ കാരണം, അന്ന് ഈ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് വന്നാൽ പൂവത്തുമുട്ടി കൊണ്ടുവന്ന് അവിടെ കൊണ്ട് ഇതിനെ നല്ലപോലെ അടുക്കി ചിന്താണിയിൽ വെച്ച് കെട്ടി പാവയ്ക്ക കൊട്ടയിലാക്കി നല്ലപോലെ കവർ ചെയ്തിട്ട് ഇത് ചുമന്ന് വണ്ടിയെ കയറ്റാനായിട്ട് ആള് ചിലപ്പോൾ വരാനായിട്ട് താമസിക്കും. അപ്പൊ ഇവരൊരു സെറ്റ് അവിടെ നിന്ന് കൂടും. ആളെ വിളിക്കുന്ന ഈ ചുവട്ടുകാരെ വണ്ടിയുടെ മുകളിൽ CKS ബസ്സിന്റെ മുകളിൽ കയറാനായിട്ട് ഇത് ചുമന്ന് കയറ്റണം. അത് കാണാൻ ഞങ്ങൾ പോകും. എന്താണെന്ന് ചോദിച്ചാൽ ഇത് ചുമന്ന് തലയിൽ വെച്ച് ആ കൊട്ടയിൽ കൈ പിടിക്കാതെ ഈ വണ്ടിയുടെ ഗോവണിയെ കൂടെ നടന്ന് കയറിയിരിക്കുന്ന മുകളിൽ വെക്കും. അങ്ങനെ ആ രാവിലെ ആ CKS ബസ്സിന് കയറി കോട്ടയത്തിന് കൊണ്ടുപോകും. അതുപോലെ തന്നെ ഒരു 3 ട്രിപ്പെങ്കിലും കാളവണ്ടിയിൽ ഇവിടുന്ന് പാവയ്ക്കായും പടവലങ്ങായി കയറ്റി കോട്ടയം ചന്തയിൽ കൊണ്ടുപോയിരുന്ന ഒരു പ്രദേശമായിരുന്നു ഇവിടെ. ഇപ്പൊ അതെല്ലാം തീർന്നു.
അതുകൊണ്ട് നമ്മൾ ആ കാർഷിക മേഖലയിലേക്ക് എല്ലാവരും ഒത്തൊരുമിച്ച് വരണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഓണത്തിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആദ്യ വിൽപ്പന വെക്കാം.